ഹലോ, ക്രിസ്ത്യൻ ഭവനങ്ങളിൽ പെസഹ വ്യാഴാഴ്ച മാത്രം തയ്യാറാക്കുന്ന ഒരപ്പമാണ് പെസഹ അപ്പം അഥവാ കുരിശപ്പം. പെസഹ അപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരിപ്പൊടി 1 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. ഇതിലേക്ക് അരച്ച് ചേർക്കുന്നതിനായിട്ട് 1/2 കപ്പ് തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 3/4 ഗ്ലാസ് ഉഴുന്നും കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഉഴുന്ന് കുതിർത്തത് അല്പം വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ജാറിൽ തന്നെ മാറ്റി വെച്ച അരിപ്പൊടിയും അല്പം വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം തേങ്ങയുടെ കൂട്ടും ഇതിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. തേങ്ങയുടെ കൂട്ട് നന്നായി അരഞ്ഞു പോകുന്നു വേണ്ട, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഒരു ജാറിലിട്ട് അടിച്ചെടുത്താലും മതി, കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതല്പം കട്ടിയുള്ളൊരു ബാറ്ററാണ്, ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ അപ്പം വേവിച്ചെടുക്കാം. പുളിപ്പില്ലാത്ത അപ്പം എന്നും ഈ അപ്പത്തിന് പേരുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാവ് പുളിക്കാനായിട്ട് മാറ്റി വെക്കരുത്. മാവ് തയ്യാറാക്കിയ ശേഷം ഒരു പരന്ന പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ തടവി ഈ മാവ് ഇതിലേക്ക് മാറ്റി നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കേക്ക് ടിന്നിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഒത്തിരി പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി തയ്യാറാക്കുന്ന ഒരപ്പമാണ് പെസഹ അപ്പം. ഓശാന ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുരുത്തോല ഇതിന് മേലെ കുരിശാകൃതിയിൽ വെച്ചാണ് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. പെസഹ വ്യാഴാഴ്ച ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക. ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഇത് കറക്റ്റ് വേവായി വരും. അപ്പം വേവായി വരുന്ന നേരം കൊണ്ട് നമുക്ക് പെസഹ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള പാല് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ജാഗ്രി പൗഡർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാലും 1 കപ്പ് 2/2 പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ശർക്കര അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഓർഗാനിക് ജാഗ്രി പൗഡർ ആയതുകൊണ്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാം. പാവാക്കി അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2/2 പാല് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് അല്പം ശർക്കര പാനി ഞാനെടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സ്മൂത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ഈ പാല് ഉണ്ടാക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന പാല് ഒന്ന് കുറുക്കി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി വല്ലാതെ കട്ടിയായി പോവും. ഇത് ആവശ്യത്തിനൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും അല്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ചിലർ ചുക്ക് പൊടിച്ച് ചേർക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ 1/4 പാല് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂട് കയറിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെസഹ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന ഈ പാല് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കേണ്ടത്. നമ്മുടെ പെസഹ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് എടുക്കുക. പെസഹ അപ്പം കഴിച്ചിട്ടില്ലാത്തവരും കഴിച്ചു നോക്കാൻ ആഗ്രഹമുള്ളവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീടുകളിൽ കാർന്നവ സ്ഥാനം വഹിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ കുടുംബനാഥനോ ആണ് ഈ അപ്പം പ്രാർത്ഥനാപൂർവ്വം പെസഹ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ മുറിച്ച് കുടുംബാംഗങ്ങൾക്ക് നൽകുന്നത്. പെസഹ ദിവസം ഈശോയുടെ അന്ത്യത്താഴ് സമയത്ത് ഈശോ അപ്പം മുറിച്ച് വീഞ്ഞിൽ മുക്കി ശിഷ്യന്മാർക്ക് നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ അപ്പം മുറിക്കൽ ചെയ്യുന്നത്. പെസഹ അപ്പം മുറിച്ച് ഈ പാലിൽ മുക്കിയാണ് നമ്മളിത് കഴിക്കുന്നത്. അന്നേ ദിവസം നമ്മുടെ വീടുകളിലേക്ക് വരുന്നവർക്ക് നമ്മൾ ഈ അപ്പം മുറിച്ച് പങ്കുവയ്ക്കാറുണ്ട്. പെസഹ അപ്പം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ പെസഹ വ്യാഴാഴ്ച എല്ലാവരും ഈ പെസഹ അപ്പവും പാലും തയ്യാറാക്കി കഴിക്കുക. എല്ലാവർക്കും നല്ലൊരു പെസഹ നേരുന്നു. അപ്പോൾ ബൈ.